എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 11, 24 മുതൽ 26 വരെ. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശൗലും ബർന്നബാസും കർത്താവിൻ്റെ നിയോഗപ്രകാരം വ്യത്യസ്തമായ ഇടങ്ങളിൽ സുവിശേഷ വേലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ബർന്നബാസ് ശൗലിനെ കൂട്ടുപിടിച്ചു. ഒരു നേതൃത്വം പങ്കുവയ്ക്കാനുള്ള മനസ്സ് കാണിക്കുകയാണ്. ജാതികളുടെ അപ്പോസ്തോലൻ എന്ന് വിളിക്കപ്പെട്ടവനായിരുന്നു ശൗൽ. അത് ബർന്നബാസിനും അറിയാം. ഒരു പക്ഷേ അതുകൊണ്ടുകൂടെ ആവാം ശൗലിനെ കൂട്ടുപിടിച്ചത്. ഇവർ രണ്ടുപേരും ഒരു വർഷം അല്ലെങ്കിൽ ഒരു സംവത്സരം സഭായോഗങ്ങളിൽ കൂടുകയും വിശ്വാസികളെ ഉപദേശിക്കുകയും ചെയ്തു. ആരാധനയും കൂട്ടായ്മയും ക്രിസ്തീയ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ് എന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തു മാർഗം ഒരു ഒറ്റ മിഷൻ മാർഗമല്ല. ആരാധനയും തിരുവചന പഠനവും ഒക്കെ കൂടിയേ തീരൂ. കൂടെ ക്രിസ്തു എന്ന നാമം നാവിൽ നിന്ന് ഉതിർന്നത് കൊണ്ടാകാം ക്രിസ്ത്യാനികൾ എന്ന് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പേർ വിളിക്കപ്പെട്ടത്. ശിഷ്യർ, വിശുദ്ധന്മാർ, സഹോദരന്മാർ, മാർഗക്കാർ, ഇങ്ങനെയുള്ള പേരുകളിലാണ് അതുവരെ അറിയപ്പെട്ടിരുന്നത്. ക്രിസ്തു അവരിലൂടെ ജീവിക്കുന്നു എന്ന ജീവിത ശൈലിയാണ് പരിഹസിച്ച് ഒരു പക്ഷെങ്കിൽ അത് വിളിച്ചതും കൊണ്ട് കൂടിയാവാം ഇങ്ങനെ ഒരു പേര് വരുന്നത്. ക്രിസ്ത്യാനികൾ, കുട്ടിക്രിസ്ത്യാനികൾ എന്നൊക്കെ അവരെ വിളിച്ചിരുന്നു. അപ്പോൾ വിശ്വാസികളുടെ ക്രിസ്തീയ വളർച്ചയ്ക്കും ഗുണീകരണത്തിനും പരിശുദ്ധാത്മാവ് ബർന്നബാസിനെയും ശൗലിനെയും ശക്തിയായി ഉപയോഗിച്ചു. അവരുടെ ഉപദേശം പ്രവൃത്തിയിൽ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. സഞ്ചാരപ്രവർത്തകരായ പ്രവാചകന്മാർ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. ദൈവഹിതം ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നവരായിരുന്നു അവർ. ലോകത്തെങ്ങും ഉണ്ടാകാൻ പോകുന്ന ക്ഷാമത്തെക്കുറിച്ച് അഗബോസ് പ്രവാചകൻ നൽകിയ മുന്നറിയിപ്പ് സ്വീകരിച്ച് അന്ത്യോക്യയിൽ വിശ്വാസികൾ യഹൂദിയയിലെ വിശ്വാസികളുടെ ഉദവിക്കായി ഓരോരുത്തൻ പ്രാപ്തി പോലെ ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും പക്കൽ കൊടുത്തയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. യെരുശലേമിലേത് യഹൂദ പാരമ്പര്യക്കാരും അന്ത്യോക്യയിലേത് വിജാതീയ പാരമ്പര്യക്കാരുമാണ്. അതായത് ഇന്നത്തെ നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ യെരുശലേമിലേത് പാരമ്പര്യ വിശ്വാസികളെന്നും അന്ത്യോക്യയിലേതൊക്കെ പൊതു ക്രിസ്ത്യാനികളെന്നും ഒരു പക്ഷെങ്കിൽ പറയേണ്ടി വരും. എന്നാൽ പാരമ്പര്യങ്ങൾക്കും പഴമയ്ക്കും അതീതമാണ് അങ്ങനെയുള്ള ഒരു ഐക്യമാണ് ക്രിസ്തുയേശുവിലൂടെ ഉള്ളത്. ക്രിസ്തുവിൽ അവർ സഹോദരങ്ങളാണ് എന്ന് തെളിയിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഐക്യം ഉപദേശത്തിൽ മാത്രം പോരാ, യെരുശലേമിലെ വിശ്വാസികളെ വസ്തുവകകൾ കൊണ്ടും സഹായിക്കുന്നത് ശ്രദ്ധേയമാണ്. നേതാക്കന്മാരായ ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും പക്കൽ അത് കൊടുത്തയക്കുന്നു. ഉപദേഷ്ടാക്കൾ സാമൂഹ്യ സേവകരായി തീർന്നു. അവനവൻ്റെ പ്രാപ്തി പോലെയാണ് കൊടുത്തയച്ചത്. അവനവൻ്റെ പ്രാപ്തി, അതാണ് അതിൻ്റെ തോത്. ലിസ്റ്റ് നോക്കി
ഇന്നാള് എന്തു കൊടുത്തു എന്നൊന്നും പിന്നീട് ആർക്കും മനസ്സിലാകാൻ സാധിക്കത്തില്ല. നമ്മൾ കൊടുക്കുന്നത് 10 പേർ അറിയണമെന്ന് ഒരു പക്ഷെങ്കിൽ വിചാരമുണ്ടാവും. എന്നാൽ അവിടെ അങ്ങനെയായിരുന്നില്ല. അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് കൊടുക്കണം, ഔദാര്യമായി നൽകാം. അന്ത്യോക്യയുടെ വിശ്വാസികൾ അവരുടെ ദാനത്തിൻ്റെ തോത് അവനവൻ്റെ പ്രാപ്തി പോലെയായിരുന്നു. യെരുശലേം വിശ്വാസികളുടെ തോതും അതായിരുന്നു. അവനവൻ ആവശ്യമുള്ളത് പോലെയാണ് അവർ പങ്കിട്ടിരുന്നത്. അപ്പോൾ പ്രാപ്തിക്കനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചും നൽകുക. യെരുശലേമിലെ സഭ ബർന്നബാസിനെ അയച്ചു, അന്ത്യോക്യയിലെ ധർമ്മ ശേഖരത്തിലൂടെ സഹായിച്ചു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യവും ക്രിസ്തീയ വിശ്വാസം നമ്മിലേക്ക് വരുന്ന അല്ലെങ്കിൽ വന്നെത്തിയ ചാലകങ്ങളും ഒന്ന് പുനഃപരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തകരുടെയും വിശ്വാസികളുടെയും ഒക്കെ പങ്ക് അതിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ഐക്യത്തിൽ മാതൃകയുള്ളവരായി, പരസ്പരം സഹായിക്കുന്നവരായി, കൈത്താങ്ങൽ നൽകുന്നവരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ശൗലിനെയും ബർന്നബാസിനെയും കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നന്നായി ഉപയോഗിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മെയും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ പ്രാപ്തി പോലെ ഉപയോഗിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ആദിമ സഭയുടെ സ്വഭാവവും വളർച്ചയും ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അറിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ഒരു ക്രമീകരണം ചെയ്യുവാൻ, അതിനോട് താതാത്മ്യപ്പെടുവാനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിലും കരുണയിലും ആശ്രയിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ. വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങളിൽ വിടുവിച്ചുകൊള്ളണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിപ്പാനുള്ള കൃപ നൽകണമേ. വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുടെ കൃപയുടെ അനുഭവങ്ങളിലൂടെ അവിടുന്ന് വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.